ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ്, ഒരു റെസിപ്പിയുടെ വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ പയറും പപ്പടവും പുട്ടുമൊക്കെ ആയിട്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പുട്ടിൻ്റെ കൂടെ ഉള്ളിക്കറി മതിയെന്ന്. അങ്ങനെ ഞാൻ ഉമ്മയെ ഉണ്ടാക്കി തന്നില്ല, നിറഞ്ഞ മര്യാദയ്ക്ക് തിന്നാൻ. പക്ഷേ എനിക്ക് വേണ്ടാത്തതിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചു എൻ്റെതായ രീതിയിൽ. അപ്പം ഡിഫറെൻ്റായിട്ട് നല്ല ടേസ്റ്റി യൂണീക്കായിട്ടുള്ള ഒരു ഉള്ളിക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ. അപ്പം അതിനായിട്ടാണ് ഞാൻ ഈ പച്ചക്കറികളെല്ലാം അരിയുന്നത്. മെയിനായിട്ട് വേണ്ട ഉള്ളിക്കറിക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റായ ഉള്ളി 2 എണ്ണം, പിന്നെ തക്കാളി ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണത്തിനുള്ള പച്ചക്കറികൾ എടുക്കാം. അതിനുശേഷം 2 പച്ചമുളകാണ് കീറിയിടുന്നത്. പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ കുക്കറിലേക്ക് ഇടും. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന 2 സവാളയും പിന്നെ ഒരു തക്കാളിയുടെ ഹാഫും പിന്നെ 2 പച്ചമുളകും ഇതെല്ലാം കൂടി കുക്കറിൽ ഇട്ടതിന് ശേഷം ഒരു 2 കപ്പോളം, 2 കപ്പ് വേണ്ട, ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം അതിന് മുമ്പായിട്ട് നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിക്കുക. അപ്പം നമ്മൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉള്ളിക്കറി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഈ പച്ചക്കറികളെല്ലാം കുക്കറിൽ വേവിച്ചെടുക്കാം. ഉള്ളിയൊക്കെ വേവാൻ വേണ്ടിയാണ് നമ്മൾ കുക്കറിലേക്ക് വെക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഉള്ളിക്കറി ഉണ്ടാക്കണമെങ്കിൽ കുക്കറിൽ ഉള്ളിക്കറി വെക്കുന്നതായിരിക്കും നല്ലത്. കുക്കറിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം 2-3 വിസിൽ അടിക്കുമ്പോൾ തന്നെ ഉള്ളിക്കറി റെഡി ആയിരിക്കും. ഇത് ഞാൻ ഡിഫറെൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് പച്ചക്കറികൾ ചേർക്കുന്നുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞതും ക്യാരറ്റും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കടുക് അതൊന്ന് പൊട്ടിത്തെറിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കടുക് ഇടുമ്പോഴത്തേക്കും സൂക്ഷിക്കണം, ഗ്യാസിന്റെ മുമ്പിൽ നിന്നൊക്കെ മാറി നിൽക്കണം. കാരണം പെട്ടെന്നാണ് തിളച്ച എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കും. അപ്പം കടുക് ഇട്ടതിന് ശേഷം അതൊന്ന് പൊട്ടിത്തെറിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി നമ്മളുടെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതും, ഞാൻ ക്യാപ്സിക്കം ഇവിടെ ഒരു ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പീസ് എന്ന് പറയുമ്പോഴത്തേക്കും 1/2, ആ ഹാഫിന്റെ പകുതി മതിയായിരിക്കും. പിന്നെ ക്യാരറ്റും അതുപോലെ എടുത്താൽ മതി, പകുതി എടുത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോ നമ്മള് 4 പേർക്ക് അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയുള്ള ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പേരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയും പച്ചക്കറികളും എടുത്താൽ മതിയാകും. ഇതിപ്പം ഞങ്ങൾക്ക് 4 പേർക്കും വേണ്ടിയുള്ള കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം പച്ചക്കറി എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് നമ്മളുടെ ഉള്ളി ഇവിടെ വെന്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ട് നമ്മൾ മറ്റേ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പച്ചക്കറി കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതൊന്ന് 2 മിനിറ്റ് വേവാൻ വെക്കുക. അപ്പം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയാണ്. നല്ല ഗ്രേവി മാതിരിയാണ് ഇരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ ഈ രീതി ഒന്ന് നിങ്ങൾ ഉള്ളിക്കറി ഉണ്ടാക്കി നോക്കണം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.